ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കാവേ. കക്കയിറച്ചി ഓരോന്നും എടുത്ത് കിള്ളി നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല ക്ലീനാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും മതിയോ, 2-3 സ്പൂൺ ഇടാം. ഞാൻ 2 സ്പൂൺ ഇടുന്നുള്ളൂ, പിള്ളേർക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇടാവേ. കുരുമുളക് ചതച്ചതാണ് കേട്ടോ. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ ഇടാം കേട്ടോ, എന്നെങ്കിലും അതിൻ്റെ കറക്റ്റ് എരിവൊക്കെ ആവത്തുള്ളേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ വൈകിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ കടുക് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് കറിയാക്കി എടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ആകാൻ കുറച്ച് താമസം എടുക്കും, പക്ഷേ അത്രയും ഇത് വേണ്ട. ഇങ്ങനെ ഒരുമാതിരി ജലാംശത്തോടെയൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമായിട്ടുള്ളവരുണ്ടല്ലോ, കപ്പയ്ക്കൊക്കെ അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. ഇതിവിടെ കപ്പയുടെയും ചക്കയുടെയൊക്കെ കൂടെ കഴിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നന്ദൂനും അപ്പൂനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടണം. പിന്നെ ഒരു സവാള, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പിലയും കൂടി ചതച്ചെടുക്കുകയോ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യണേ. എന്നിട്ട് ചോപ്പറിലിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതി. എന്നിട്ട് എണ്ണയെല്ലാം ചൂടായി കഴിയുമ്പം കടുകൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ മിക്സും കൂടെ ഇട്ട് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാകണ്ട, ഏകദേശം ഒന്ന് ബ്രൗൺ ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കക്കയിറച്ചിയും കൂടെ ഇട്ട്, പിന്നെ പോരായ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങാറൊക്കെ ആകുമ്പോൾ ചേർത്താൽ മതി. ആവശ്യത്തിനെല്ലാം നമ്മൾ ചേർത്താണ്. ഇനിയിപ്പോൾ ചേർക്കാൻ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കുരുമുളകെങ്ങാനും ചേർത്താൽ മതി. ബാക്കിയെല്ലാം കറക്റ്റ് അളവായിരിക്കും കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം ഇവിടെ പിള്ളേർക്ക്. അതുകൊണ്ട് ഞാനത് നമ്മുടെ വിറകടുപ്പിലോട്ട് മാറ്റി വെച്ചേ. അതെന്ന് പറഞ്ഞാൽ ഈ ബർണറിന് എപ്പോഴും ചൂട് കാണും, നമ്മുടെ ചോറൊക്കെ വെന്തിച്ചിരിക്കുന്ന സമയമാണല്ലോ. പിന്നെ ഒത്തിരി നേരം എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് മാറാൻ പറ്റിയത്, ഈ ബർണർ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് മാറാൻ ഗ്യാസിലാണെങ്കിലും. പിന്നെ ഇങ്ങനെ പൊട്ടി നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഇറച്ചിയുടെ സ്മെല്ലും ഇതുമൊക്കെ പുറത്തോട്ട് നമ്മുടെ ഹാളിലോട്ടൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഫാൻ വെച്ചേക്കുന്നത്. പിന്നെ ചെറിയ പുകയുണ്ടല്ലോ, അപ്പോൾ അത് ആ ഫാനിൻ്റെ ഇടയിൽ പുറത്തോട്ട് പൊക്കോളുവേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ. നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ഇത് കൊച്ചു പിള്ളേർ ഇങ്ങനെ ഇറച്ചിയൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇവരെന്തോ പലഹാരമാണെന്നൊക്കെ ഓർത്ത് കഴിച്ചോളുവേ. ഇങ്ങനെ ഫാൻ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കറിയുടെ മണമൊക്കെ നമ്മുടെ റൂമിലോട്ടൊക്കെ വരത്തില്ലേ, ഇതങ്ങനെയൊന്നും വരത്തില്ല. ഇത് പുറത്തോട്ട് പോക്കോളൂ, പുറത്തോട്ടുള്ള ജനലല്ല വെച്ചേക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റല്ല ഇത്. ഇറച്ചിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കറിയാണെന്നൊന്നും പറഞ്ഞ് പിള്ളേർക്ക് കൊടുക്കാതിരുന്നാൽ മതി. ഇത് ഞാനങ്ങനെ നന്ദുവിനെ ചെറുതിലേ ഇത് കഴിപ്പിക്കുന്നത്. ഇതെന്തോ പലഹാരമാണെന്ന് ഓർത്ത്, എരിവുള്ള പലഹാരമാണെന്നും പറഞ്ഞാൽ നന്ദുവൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് വലുതായപ്പോൾ അറിയാവുന്നത് ഇത് കക്കയിറച്ചിയാണെന്നൊക്കെ അറിയാവുന്നത്. അതുപോലെ ഫ്രൈ ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.